FCRA അമെൻമെൻറ്റ് ആക്ട് ഒരു കാരണവശാലും ചർച്ച ചെയ്യാൻ പാടില്ലെന്നും അത് വിഡ്രോ ചെയ്യണമെന്നും ആണ് ഞങ്ങൾ എംപിമാരെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി രാവിലെ പാർലമെൻറ്റിന് പുറത്ത് മക്കർദ്വാറിൽ ശക്തമായ പ്രതിഷേധത്തിൽ നമ്മുടെ എംപിമാരെല്ലാവരും അണിനിരന്നു. ഈ കാര്യത്തിൽ ന്യൂനപക്ഷ സമൂഹത്തിനെതിരെ, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായിട്ടുള്ള കൃത്യമായ ഒരു RSS അജണ്ടയാണ് ഇവിടെ വന്നിരിക്കുന്ന FCRA അമെൻമെൻറ്റ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ നിലയിൽ ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ നടപടിയെടുക്കാനും പറ്റുന്ന വിധത്തിലാണ് പുതിയ ഭേദഗതി വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ആകമാനം എത്രയോ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ആതുരാലയങ്ങളും അതുപോലെ വൃദ്ധസദനങ്ങളും അനാഥാലയങ്ങളും ഒക്കെ നടത്തുന്ന സഭാ സമൂഹത്തിന് എതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഈ FCRA അമെൻമെൻറ്റ് ആക്ട് വന്നത്. ഈ പീഡാനുഭവത്തിൻ്റെ ആഴ്ചയിൽ തന്നെ ഈ ബില്ല് ചർച്ചയ്ക്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഗവൺമെൻറ് ശ്രമിച്ചത്. ഏതായാലും ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് പാർലമെൻ്ററി കാര്യ മന്ത്രി ശ്രീ കിരൺ റിജിജു ഇത് ചർച്ചയ്ക്കെടുക്കില്ല എന്നുള്ള ഒരു കാര്യം ഇന്ന് പാർലമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് സമരത്തിൻ്റെ വിജയം തന്നെയാണ്. ഈ ആക്ട് ഈ നിലയിൽ പാസ്സാക്കാൻ അനുവദിക്കത്തില്ല. ഒന്നുകിൽ ആ ബില്ല് പിൻവലിക്കണം, അല്ലെങ്കിൽ അത് സെലക്ട് കമ്മിറ്റിക്ക് വിട്ടുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നടത്തി പ്രതിപക്ഷത്തിൻ്റെ കൂടി അഭിപ്രായ സമന്വയത്തോടുകൂടി, അതായത് ക്രിസ്ത്യൻ സഭകളുടെയും അതോടൊപ്പം തന്നെ NGOസിൻ്റെയും ഒക്കെ അഭിപ്രായങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാന്യമായ നിലയിൽ നമുക്ക് ആതുരാലയങ്ങളും ആശുപത്രികളും അതോടൊപ്പം തന്നെ മറ്റ് സ്കൂളുകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റിയതായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. ശക്തമായ സമരവുമായി ഇനിയും മുന്നോട്ട് പോകും.